ശിവപാർവണ. രചന സംഭാഷണം രുദ്രപ്രിയ. എനിക്ക് ചിലപ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും മേരിക്കൊച്ചേ. എൻ്റെ മോൻ ഇഷ്ടമുള്ള പെണ്ണിനെ കൊണ്ട് തന്നെ അവനെ ഞാൻ കെട്ടിക്കും. അതിന് നിൻ്റെ സമ്മതം എനിക്ക് വേണം. അതല്ല നിൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ മോൻ്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുകയും ചെയ്യും. അവനെയും അവൻ്റെ പെണ്ണിനെയും കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് മാറും. നിനക്ക് ബന്ധുക്കളെയും സ്വന്തക്കാരുടെയും കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിയാം. നിങ്ങൾ എന്നാ വർത്തമാനമാണ് ഇച്ചായ പറയുന്നേ? നിങ്ങൾ എൻ്റെ കുഞ്ഞും കൂടി മറ്റൊരു വീട്ടിലേക്ക് മാറുമെന്നോ? എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടുതലായി ചിന്തിച്ചു പോയി. അതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാമോ? എനിക്ക് നമ്മളും നമ്മുടെ മോനും പോയിട്ടേ ഉള്ളൂ. പള്ളിയും പട്ടക്കാരും സ്വന്തക്കാരും ഒക്കെ. നിങ്ങളുടെ ഫോണിൽ ആ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാ മനുഷ്യ. ഞാനൊന്ന് കാണട്ടെ എൻ്റെ മരുമോളെ. മേരിക്കൊച്ചെ, അപ്പോൾ നിനക്ക് സത്യമായിട്ട് സമ്മതമാണോ? കൊച്ചേർക്കന് ആ കുഞ്ഞിനെ കെട്ടുന്നത്? നല്ല മോളാടി, ഞാൻ കണ്ടതാ അവൻ്റെ ഫോണിൽ. അവർ തമ്മിൽ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നമുക്കതല്ലേ വലുത്. അവൻ്റെ മക്കളെയും ലാളിച്ച് നമുക്ക് ശിഷ്ടകാലം അങ്ങ് ജീവിക്കാൻ വേണ്ടി സന്തോഷമായിട്ട്. അതുപോരെ. ചെറിയച്ഛൻ മൊബൈലെടുത്ത് ഗാലറിയിൽ നിന്നും സൂര്യഗായത്രിയുടെ ഫോട്ടോ മേരിയെ കാണിച്ചു. മേരി ആ ഫോട്ടോ സൂം ചെയ്ത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. കൊച്ചു കാണാനൊക്കെ കൊള്ളാം, എന്നാൽ ഇവൾ ആൾ കൊള്ളാമല്ലോ. എൻ്റെ ചെറുക്കനെ വളച്ചെടുത്ത് കളഞ്ഞില്ലേ? എൻ്റെ മേരിക്കൊച്ചെ, നീ ഇങ്ങനെ വില്ലത്തിമാരെ പോലുള്ള ഡയലോഗ് പറയല്ലേ, അത് നിനക്ക് ചേരുകയില്ല. എൻ്റെ പൊന്നിച്ചായ, ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല. കൊച്ചിനെ എനിക്കിഷ്ടപ്പെട്ടു. അതിലും വലുതാണ് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഇഷ്ടം. ഈ ഒരു കാര്യം പറഞ്ഞ് അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ ഞാനിനിയില്ല. എൻ്റെ കൺമുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ. അവൻ തിരിച്ചു വരുന്നതുവരെ എനിക്ക് ആദിയാണ് ഇച്ചായ. രണ്ടുപേരും കൂടി ഹാളിൽ ജെയിംസിനെ കാത്തിരുന്നു. രാത്രിയിൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷമാണ് കിടക്കാനായി പോയത്. വർണ്ണ ഫ്രഷായി വരുമ്പോഴേക്കും ശിവ ലാപ്പുമായി ബാൽക്കണിയിലിരുന്ന് അത്യാവശ്യമായി എന്തോ ജോലികൾ ചെയ്യുന്ന തിരക്കിലാണ്. കുറച്ചു നേരം പഠിക്കാനുള്ളതൊക്കെ എടുത്ത് വായിച്ച് ഉറക്കം വരാൻ തുടങ്ങിയതും അവൾ വേഗം ബുക്ക് മടക്കി വെച്ച് ഉറങ്ങാൻ കിടന്നു. ശിവ ഏകദേശം ജോലികളെല്ലാം ചെയ്തു തീർത്ത് വരുമ്പോഴേക്കും വർണ്ണ ഉറക്കം പിടിച്ചു. അവൻ അടുത്തേക്ക് വന്ന് കിടന്നതൊന്നും വർണ്ണ അറിഞ്ഞതേയില്ല. ശിവ വർണ്ണയെ തൻ്റെ കൈക്കുള്ളിലേക്ക് കയറ്റി കിടത്തി. മുഖത്തേക്ക് പാറി വീണ് കിടന്ന മുടി ചെവിയുടെ പിന്നിലായി ഒതുക്കി വെച്ചു. അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് അവളെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി. നേരെ ഒരുപാടായി മാഷേ, കിടക്കുന്നില്ലേ? പ്രിയയുടെ കൊഞ്ചിയുള്ള സംസാരം കേട്ടപ്പോൾ ജീവനൊന്ന് ചിരിച്ചു. എത്ര തവണ പറഞ്ഞു പ്രിയ, കോളേജിലല്ലാത്തപ്പോൾ നീ എന്നെ മാഷി എന്ന് വിളിക്കരുതെന്ന്. നീ ഏട്ടാ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട്. വിളിക്കാം മാഷേ. ഇത്രയും നാൾ മാഷേ എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു ചമ്മൽ. മാഷ് ഭക്ഷണം കഴിച്ചായിരുന്നോ? കഴിച്ചടോ. അതൊരു വലിയ ബോറിംഗ് പരിപാടിയാണ്, തനിയെ ഉണ്ടാക്കി തനിയെ കഴിക്കുന്നത്. താൻ എന്ത് ഭാഗ്യം ചെയ്ത ആളാണ്. വീട്ടിൽ നിറച്ച ആൾക്കാരല്ലേ തനിക്ക് ചുറ്റും. അത് കേട്ടപ്പോൾ പ്രിയയ്ക്ക് പെട്ടെന്ന് സങ്കടം വന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനും മാഷിൻ്റെ ഒപ്പം വരുമല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മാഷ് തനിച്ചാവുന്നത്? നമ്മുടെ വിവാഹം കഴിഞ്ഞ് നമുക്ക് കുറേ നാളിവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം താമസിക്കണം. അതിനുശേഷം നമ്മുടെ വീട്ടിൽ പോയാൽ മതി. ഞാനത് തന്നോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. നമ്മളവിടെ താമസിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഏട്ടനും ഒക്കെ ഇഷ്ടമാവുമോ പ്രിയ? അവർക്കെല്ലാം മാഷി ഇവിടെ താമസിക്കുന്നതാണ് ഇഷ്ടം, ഞങ്ങളോടൊപ്പം. എന്നാൽ ശരി, ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി, പോയി കിടന്നുറങ്ങിക്കോ. ജീവൻ അതും പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. പ്രിയ മൊബൈലും മാറ്റിവെച്ച് ജീവനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അയവിറക്കി ഉറക്കത്തിലേക്ക് വീണു. അമ്മച്ചിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു എതിർപ്പുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും ജെയിംസ് കരുതിയിരുന്നില്ല. പക്ഷേ അമ്മച്ചി ഇത്രയും എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് സൂര്യയും ഒത്തൊരു ജീവിതം സാധ്യമാകുന്നത്? ഇന്ന് വരെ അപ്പൻ്റെയും അമ്മയുടെയും മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും തന്നെ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യം അറിയുമ്പോൾ അമ്മച്ചി എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയും എതിർപ്പുണ്ടാകുമെന്നും കരുതിയില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടാതെ ജെയിംസ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലടുത്തേക്കാണ് വന്നത്. കാറ് സൈഡിൽ ഒതുക്കിയിട്ട് അതിനുള്ളിൽ തന്നെ ഇരുന്നു. 1-2 തവണ ആരൊക്കെയോ വിളിച്ചിരുന്നു. അതുകൊണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. വാച്ചിലേക്ക് നോക്കുമ്പോൾ മണി 11. അവൻ വേഗം മൊബൈലെടുത്ത് ഓൺ ചെയ്തു. ഇത്രയും ലേറ്റായി, ഇന്ന് വരെ വീട്ടിൽ കയറി ചെന്നിട്ടില്ല. അപ്പച്ചനും അമ്മച്ചിയുടെയും 5-6 മിസ് കോൾ കണ്ടപ്പോഴും അവന് വൈയില്ലായ്മ തോന്നി. അവർ ഭയന്നിട്ടുണ്ടാകുമെന്ന് ജെയിംസിന് മനസ്സിലായി. അവൻ വേഗം അപ്പച്ചൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. സോറി അപ്പച്ച, ഞാനിവിടെ ബീച്ചിലുണ്ട്.
മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് വരാം. അമ്മച്ചിയോട് പേടിക്കണ്ടെന്ന് പറഞ്ഞേക്കേ. ഏറെ നേരമായി നിർത്താതെയുള്ള ഫോണ് കേട്ടാണ് ജെയിംസ് കാറൊന്ന് സൈഡിലാക്കിയത്. അപ്പോൾ അവനെ ഇടിച്ച് തെറിപ്പിച്ചു കൊണ്ട് പോകുമെന്ന മട്ടിൽ മറ്റൊരു കാർ കടന്നുപോയി. ജെയിംസ് ആ കാറിന് പിന്നാലെ തന്നെ വച്ചു പിടിച്ചു. ആ കാറിൻ്റെ ഉള്ളിൽ ആരാണെന്ന് അറിയണമെന്ന് അവന് തോന്നി. ഒടുവിൽ ആ കാറിനെ കടന്ന് ജെയിംസിൻ്റെ കാർ മുന്നിലേക്ക് പോയി. ഒരു മത്സര ഓട്ടത്തിനുള്ള പുറപ്പാടാണ് മറ്റേ കാറിൽ നിന്ന് മനസ്സിലായതും ജെയിംസ് ഒന്ന് വേഗത കുറച്ചു. അപ്പോൾ തന്നെ കടന്നുപോയ കാറിലിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് ജെയിംസ് വ്യക്തമായി കണ്ടു. അവൻ ആ കാറിൻ്റെ നമ്പർ വേഗത്തിൽ നോട്ട് ചെയ്തു. തൻ്റെ മുന്നിലൂടെ പാഞ്ഞു പോകുന്ന കാറിനെ ജെയിംസ് നോക്കി നിന്നു. എന്തുകൊണ്ടോ അതിൻ്റെ നമ്പർ നോട്ട് ചെയ്യണമെന്നും തോന്നി. നമ്പർ നോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ മൊബൈൽ റിങ് ചെയ്തു. അവൻ വേഗം ഫോൺ എടുത്ത് ചെവിയോടടുപ്പിച്ചു. എവിടെയാടാ കൊച്ചനെ, നീ എത്ര നേരമായി? ദാ വരുവാ അപ്പച്ച. ജെയിംസ് വേഗം കാറിൽ കയറി ഓടിച്ചുപോയി. വർണ്ണയെയും ചേർത്ത് പിടിച്ച് ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴാണ് ശിവയുടെ ഫോൺ റിങ് ചെയ്തത്. പരിചയമില്ലാത്ത നമ്പരായതുകൊണ്ട് ആദ്യമൊന്ന് എടുക്കാൻ മടിച്ചു. തുടരെയുള്ള ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും അസ്വസ്ഥതയോടെ ശിവ മൊബൈൽ ഓൺ ചെയ്തു വെച്ചു. വർണ്ണയുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളെ പിടിച്ചതും പെണ്ണൊന്നുകൂടി ചൊതുങ്ങി അവനെ കെട്ടിപ്പിടിച്ചു കിടന്നു. ശിവ അവളെ ഒന്നുകൂടി ചേർത്ത് അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു. പാതി ഉറക്കത്തിലും തൻ്റെ പാതിയുടെ സ്നേഹലാണലങ്ങൾ അവളെ തരളിതയാക്കി. ശിവയെ അവൾ ഒന്നുകൂടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ തിരികെ ചുംബിച്ചു. ശിവയുടെ ശരീരം ചൂട് പിടിച്ചു. പാതി മയക്കത്തിൽ കിടങ്ങുന്ന പെണ്ണിനെ നോക്കി. ഞാനൊന്ന് തൊട്ടപ്പോൾ എന്നെ ഉമ്മ വെച്ച് നശിപ്പിച്ച് അവൾ ഉറങ്ങുന്നു. ശിവ അവളുടെ കാതോര മുഖം ചേർത്തു. വർണ്ണ, പ്ലീസ് മോളെ, ഇങ്ങനെ കൊതിപ്പിച്ചു പോകല്ലേടി. ഐ നീഡ് യു. പാതി ഉറക്കത്തിലും അവൻ്റെ ചുടുനിശ്വാസം ചെവിയോട് ചേർന്നതും വർണ്ണ കണ്ണുകൾ വലിച്ചു തുറന്ന് ശിവയെ നോക്കി. ശിവ കണ്ണുകളിൽ പ്രണയം നിറച്ചവളെ നോക്കിക്കിടക്കുന്നു. പെണ്ണ് ചുണ്ടു ചുളുക്കി. അവൻ്റെ മുഖം കണ്ടതും അവളുടെ ഉറക്കമെല്ലാം പോയി. ഇരു കൈകളും നിവർത്തി അവനെ തന്നിലേക്ക് ക്ഷണിച്ചു. ശിവ അവളെ പതിയെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ മടിയിലിരുത്തി. വർണ്ണ ചുമരിലെ ക്ലോക്കിലേക്കും ശിവയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. അത് കണ്ടപ്പോൾ ശിവയ്ക്ക് ചെറുതായി ചിരി വിടർന്നു. എൻ്റെ മോൾക്ക് ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോ, കുഴപ്പമില്ല. കിടന്ന എന്നെ വിളിച്ചുണർത്തിയിട്ടാണോ ശിവേട്ടാ? ശിവ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അവൻ്റെ ചുണ്ടുകൊണ്ട് പതിയെ ചുംബിക്കുകയും നാവുകൾ കൊണ്ട് ഒഴിയുകയും ചെയ്തു. വർണ്ണ അവൻ്റെ കൈകളിൽ കൊരുത്തു പിടിച്ചു. ശരീരമാകമാനം പൂത്തുലയുന്നതും അവളുടെ ചെഞ്ചൊടികളെ പതിയെ വിടർന്നു. ആ നിമിഷം തന്നെ ശിവ അവളുടെ ചുണ്ടുകളെ കവർന്നു. പതിയെ അതിൽ നിന്ന് തേന്നുകരാൻ തുടങ്ങി. വർണ്ണയുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു. അപ്പോഴേക്കും ശിവയുടെ കൈകൾ അവളുടെ മാർദ്ദവങ്ങളെ തഴുകി തുടങ്ങി. ശിവയുടെ വിരലുകൾ അവളുടെ ശരീരമാകെ ചിത്രങ്ങൾ വരച്ചു. ഒരു നിമിഷം ശിവ അവൻ്റെ ചുണ്ടുകൾ അവളിൽ നിന്ന് മാറ്റി. ആ ചുംബനത്തിൽ ലയിച്ചിരുന്ന വർണ്ണ പെട്ടെന്ന് കണ്ണു തുറന്നു. ശിവ കണ്ണൊന്ന് ചിമ്മിക്കാണിച്ച് അവളുടെ സൽവാർ ഊരി മാറ്റി. വെണ്ണ പോളുടെ അവളുടെ ശരീരം അവൻ ഇന്നർ പതിയെ അഴിച്ചു. ഒന്നുയർന്നു പൊങ്ങി അവളുടെ കഴുത്തിൽ തെളിഞ്ഞ നീല ഞരമ്പുകളിൽ ശിവ പതിയെ പല്ലുകൾ ആഴ്ത്തി. വികാരത്തിൻ്റെ തീവ്രഭാവങ്ങളിൽ ഇരുവരിച്ചേക്കേറുമ്പോൾ വസ്ത്രങ്ങൾ പൂർണ്ണമായും ബെഡിൽ അങ്ങിങ്ങായി ചിതറി വീണു. തൻ്റെ ഇണയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവളെ തൃപ്തിപ്പെടുത്താൻ അവന് കഴിഞ്ഞു. വർണ്ണയുടെ നഖങ്ങൾ അവൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി. ആ ചെറിയ വേദനകൾ പോലും ശിവയിൽ ആവേശം കൂട്ടിയതേ ഉള്ളൂ. പരസ്പരം കെട്ടിപ്പുണർന്ന ഉരകങ്ങളെപ്പോലെ തമ്മിൽ പ്രണയിച്ചും പങ്കിട്ടും തോൽപ്പിച്ചു. ഒടുവിൽ അവളിലെ പെണ്ണിനെ അല്പം പോലും നോവിക്കാതെ ശിവ സ്വന്തമാക്കുമ്പോൾ അവളുടെ ശീൽക്കാരങ്ങൾ മാത്രം ആ മുറിയിൽ ബാക്കിയായി. അവളെ ചേർത്ത് പിടിച്ച് നഗ്ന ശരീരത്തിന് മേലെ ബെഡ്ഷീറ്റ് വലിച്ചു മൂടി. ശിവയുടെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചേർന്ന് കിടന്നു വർണ്ണ. അവൻ്റെ കവിളിലൂടെ അവൾ വിരലുകൾ ഓടിച്ചു. എന്താ എൻ്റെ പെണ്ണിന് ഉറക്കം പോയോ? ഉറക്കം വരുന്നില്ല ശിവേട്ടാ. എന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു റൗണ്ട് കൂടി പോയാലോ? വർണ്ണയുടെ മൂക്കിൻ തുമ്പിൽ തട്ടി വിട്ടുകൊണ്ട് ശിവ അത് ചോദിച്ചു. പോകാം. ആഹാ, എന്നാൽ ഞാൻ ഡബിൾ ഓക്കെ. ശിവ വർണ്ണയും ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി ബെഡിലേക്ക് മറഞ്ഞു. രാവിലെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് മേരിയും ചെറിയച്ഛനും ജെയിംസിനോട് സംസാരിക്കുന്നത്. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുഖത്തേക്ക് നോക്കാൻ അവന് ചെറിയൊരു വല്ലായ്മ തോന്നി. ആദ്യമായാണ് ഇത്രയും താമസിച്ച് വീട്ടിലെത്തുന്നത്. അതിൻ്റെ ഒരു ചളിപ്പ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മകൻ തന്നെയായിരുന്നു നീ. കുടുംബത്തിലുള്ള എല്ലാവരും പറയുമായിരുന്നു മേരിയുടെയും ചെറിയച്ഛൻ്റെയും ഭാഗ്യമാണ് ജെയിംസ് എന്ന്. ഇന്ന് വരെ അതിനൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടത്തിൽ
അവൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ അതിനെതിരെ നിന്നു. അമ്മച്ചി കുറച്ച് പഴഞ്ചനായി ചിന്തിച്ചു പോയി മക്കളെ. നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. മറ്റുള്ളവരെക്കാളും എനിക്ക് വലുത് നിൻ്റെ സന്തോഷം നിറഞ്ഞ ജീവിതമാണ്. നീ കൊച്ചിനെ വിളിച്ച് പറയേ വീട്ടുകാരോട് ഒരു ദിവസം ഇവിടെ വന്ന് അപ്പച്ചനെ കണ്ട് സംസാരിക്കാൻ. ചെറിയച്ഛൻ്റെ മുഖത്തേക്ക് ജെയിംസ് നോക്കുമ്പോൾ അയാൾ അവനെ കണ്ണു ചിമ്മി കാണിച്ചു. ജെയിംസിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞുപോയി. അവളൊരു പാവമാണ് അമ്മച്ചി. അതിനേക്കാൾ പാവമാണ് അവളുടെ വീട്ടുകാർ. സമൂഹത്തിൽ നിലയും വിലയുമുള്ള കുടുംബക്കാർ തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ. പരിചയപ്പെടുമ്പോൾ അമ്മച്ചിക്കും അത് മനസ്സിലാവും. ഒരു പെണ്ണിന് മനസ്സും വാക്കും കൊടുത്തിട്ട് മറ്റൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ അമ്മച്ചിയുടെ മോനും പഠിച്ചില്ല. അമ്മച്ചിക്ക് പൂർണ്ണ സമ്മതം തന്നെയാണല്ലോ. അതേടാ കൊച്ചനെ, നിൻ്റെ പെണ്ണിനെ അപ്പച്ചൻ എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് മോളെ കാണാൻ കൊതിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ വിളിക്കാനും പറയാനും ഒന്നും പോകണ്ട. ഒരു ദിവസം നോക്കി നമുക്ക് ചെന്ന് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. അത് മതി. എന്നാ ചായ, അതുപോരെ? പിന്നെ അത് മതി. എൻ്റെ മേൽപ്പെണ്ണ് പൊളിയല്ലേ. രാവിലെ പതിവിലും വൈകിയാണ് വർണ്ണ ഉണർന്നത്. ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഒന്നുകൂടി തള്ളി വന്നു. 8 മണി കഴിഞ്ഞു. അടുത്ത് ശിവേട്ടനെ കാണാനുമില്ല. ബെഡ്ഷീറ്റ് വാരി പുതച്ച് അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്കും ബാത്റൂമിൽ നിന്നും ശിവ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വർണ്ണ ശിവയുടെ നേർക്ക് കണ്ണു കൂർപ്പിച്ചു. കണ്ടോ സമയം എന്തായി ഇന്ന്? 8 മണി കഴിഞ്ഞു. ശിവേട്ട എണീറ്റപ്പോൾ എന്നെ വിളിക്കാത്തത് എന്താ? ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ മോള് സുഖം ഉറക്കമായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന നിന്നെ വിളിക്കാൻ തോന്നിയില്ല. ആ തോന്നൽ എന്തായാലും നന്നായി. ഇന്നലെ രാത്രി ഞാൻ നല്ല ഉറക്കമായിരുന്നു. എന്നിട്ട് എന്തുത്സാഹിച്ചിട്ടാണ് എന്നെ വിളിച്ചുണർത്തിയത്? അത് കേട്ടപ്പോൾ ശിവയ്ക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ദേ ശിവേട്ട, എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ചിരി. ശിവ അടുത്തേക്ക് വന്ന് അവളെ സമാധാനപ്പെടുത്താൻ നോക്കിയെങ്കിലും അവൾ അടുക്കുന്ന മട്ടില്ല. ശിവ പെണ്ണിനെ ഇറുകി പുണരാൻ തുടങ്ങുമ്പോഴേക്കും അവനെ തള്ളി മാറ്റി. ബെഡ്ഷീറ്റ് മുഴുവനായും താഴേക്ക് വീണു. കണ്ടോ, രാവിലെ തന്നെ അവൾ എന്നെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. വർണ്ണ വേഗം ബെഡ്ഷീറ്റ് വാരി വലിച്ചു മൂടി. എന്തിനാ മോളെ ഇത്രയും കഷ്ടപ്പെടുന്നത്? ശിവേട്ടൻ കാണാത്ത എന്താടി നിനക്ക് മറച്ചു വെക്കാൻ? ശിവേട്ട പോയേ കളിക്കാതെ. ഇപ്പോൾ തന്നെ സമയം എത്രയെന്ന് കണ്ടോ? എനിക്ക് കോളേജിൽ പോകാനുള്ളതാണെന്നറിയില്ലേ? ഇന്ന് ഞാനും എൻ്റെ വർണ്ണമോളും പോകുന്നില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കരുതി എൻ്റെ മോളും ഇന്ന് പോകണ്ട, കുറച്ചുകൂടി കിടന്നുറങ്ങട്ടെ എന്ന്. പ്രിയ സമ്മതിക്കില്ല ശിവേട്ട. പ്രിയ രാവിലെ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് നല്ല ഉറക്കത്തിലാണ്, ഇന്നലെ ഒരുപാട് ലേറ്റായാണ് കിടന്നതെന്ന്. അതുകൊണ്ട് മോളിനി ഇക്കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. ചേട്ടനെ രാവിലെ തന്നെ നല്ല മൂടാണ്. നീ ഇങ്ങ് വന്നേ. ശിവ വർണ്ണയെയും വലിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. ഷീറ്റ് വലിച്ചു മൂടി. പോടാ. ശിവയെ തള്ളി മാറ്റി വർണ്ണ വേഗം ബാത്റൂമിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോഴാണ് ശിവയുടെ ഫോണിലേക്ക് വർഗീസിൻ്റെ കോൾ വന്നത്. ഫോൺ ചെവിയോട് ചേർക്കുമ്പോൾ അപ്പുറത്തു നിന്ന് കേട്ട കാര്യങ്ങൾ ശിവയെ നടുക്കി. വർഗീസ്, ഈ പറയുന്ന നേരാണോ? ശിവയുടെ ഒച്ച ഇടറിപ്പോയി. ശിവ, ഞാൻ പറയുന്നത് ശരിയാണ്. ഇന്നലത്തെ ഫ്ലൈറ്റിൽ സാന്ദ്ര അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വിശ്വസിക്കാവുന്ന ഇടത്തു നിന്നാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. നീയും വർണ്ണയും സൂക്ഷിക്കണം. എന്തൊക്കെയോ കണക്കൂട്ടലോടുകൂടിയാണ് അവളിപ്പോഴവിടേക്ക് വന്നിരിക്കുന്നത്. ശരി വർഗീസേ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. വേണ്ടെന്ന് വെച്ച് ഞാൻ മാറ്റി വിട്ടതാണ്. പക്ഷേ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? ഫോൺ താഴേക്ക് വെച്ച് ശിവ ഒരു നിമിഷം ആലോചനയോടുകൂടിയിരുന്നു. അപ്പോഴേക്കും ഫ്രഷായി വർണ്ണയും എത്തി. ആലോചനയോടെ ഇരിക്കുന്ന ശിവയുടെ അടുത്തേക്ക് അവൾ വന്നു. വർണ്ണ അടുത്തിരുന്നത് പോലും ശിവ അറിഞ്ഞില്ല. വർണ്ണ വേഗം എഴുന്നേറ്റ് പോകാനായി തുടങ്ങി. അപ്പോഴേക്കും ശിവ അവളെ പിടിച്ച് മടിയിലിരുത്തി. ഇനി എത്ര നാൾ കൂടിയുണ്ട് മോളെ ക്ലാസ്? ഇനി ഒരു 1.5 മാസത്തെ ക്ലാസ് കൂടി ശിവേട്ട. എന്തേ, കോളേജിൽ പോകണമെന്ന് നിർബന്ധമാണോ? അവൾ ശിവയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ശിവേട്ടനല്ലായിരുന്നു നിർബന്ധം ഞാൻ കോളേജിൽ പോകണമെന്ന്. ഇപ്പോൾ എന്ത് പറ്റി? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതൊന്നുമല്ല, കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഫോൺ വന്നതിന് ശേഷം ശിവേട്ടൻ ആകെപ്പാടെ ഒരു മാറ്റം. എന്താ ശിവേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. എനിക്ക് എൻ്റെ പെണ്ണിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്നൊരു തോന്നൽ. അയ്യടാ, ചെക്കൻ്റെ ആ പൂതി കൊള്ളാം. അതെ ശിവേട്ടാ, എനിക്ക് അച്ഛനെയും അമ്മയെയും ഒന്ന് കാണണമെന്ന് തോന്നുന്നു. അതുപോലെ വിവാഹം കഴിഞ്ഞ് നമ്മൾ ഇതുവരെ അവിടെ പോയി നിന്നില്ലല്ലോ. നമുക്ക് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കുകയും വേണം. എല്ലാം ശരിയാക്കാം. പക്ഷേ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ബിസി ആയിരിക്കും. ഓഫീസിൽ നിന്ന് 1-2 പെൻഡിങ് വർക്കുകളുടെ പ്രോജക്റ്റ് ഉണ്ട്. ഇവയൊക്കെ ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കാം. എന്നാൽ ശിവേട്ട ഇനി ഇരിക്ക്, ഞാൻ താഴേക്ക് പോട്ടെ. ശിവയുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ്റെ മീശ ഒന്ന് പിരിച്ചു വെച്ചതിന് ശേഷം
വർണ്ണ താഴേക്ക് പോയി. വർണ്ണ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോയതും ശിവ വീണ്ടും മൊബൈലും പിടിച്ച് അവിടെ ഇരുന്നു. അപ്പോഴേക്കും ജെയിംസിൻ്റെ കോൾ ശിവയെ തേടി എത്തി. ഹലോ ശിവേട്ടാ, പറയടാ. രാവിലെ തന്നെ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് വാക്ക് പുറത്തേക്ക് വരുന്നില്ല. വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും വിവാഹത്തിന് സമ്മതിച്ചു. ഇന്ന് തന്നെ അവിടേക്ക് വരും. അച്ഛനെയും അമ്മയും ഒക്കെ കാണാൻ. കൊള്ളാമല്ലോ. അപ്പോൾ അതും ക്ലിയറായി. ഇനിയിപ്പോൾ ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ട. എന്തായാലും ഞാൻ ഫാദറിനെയും ജീവനെയും കൂടി വിളിക്കാം. നിങ്ങൾ വരുമ്പോൾ അവരും കൂടി കാണട്ടെ. ശിവേട്ടാ, പോയി ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ലടാ, ഞാനിന്ന് പോയില്ല, ഇവിടെയുണ്ട്. അതെന്തായാലും നന്നായി. ഞങ്ങളൊരു ഉച്ചയോടുകൂടി എത്താം. ശിവ വേഗം ഫോണെടുത്ത് ജീവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്താ ശിവേട്ടാ ഇത്ര രാവിലെ? ജീവ, നീ ഫാദറിനെയും കൂട്ടി ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരണേ. സൂര്യയുടെ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി ജെയിംസും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ വരുന്നുണ്ട്. നീ ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രിയെ കൂടി കൂട്ടിക്കോ. വർണ്ണ ഇന്ന് ലീവാണ്. ഓക്കെ ശിവേട്ടാ, ഞാൻ എത്തിയേക്കാം. മൊബൈൽ കട്ട് ചെയ്ത് പോക്കറ്റിൽ വെച്ച് ശിവ താഴേക്ക് ഇറങ്ങി. ഹാളിൽ തന്നെ രാജശേഖരനും ബാലചന്ദ്രനും കൂടി പേപ്പർ വായിക്കുകയാണ്. അമ്മവ, ജെയിംസ് ഇപ്പോൾ വിളിച്ചിരുന്നു. അവരിന്ന് ഉച്ചയ്ക്ക് ഇവിടേക്ക് വരുന്നുണ്ടെന്ന്. ഞാൻ ജീവനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരോടുകൂടി ഇങ്ങെത്താൻ. അച്ഛൻ പ്രതാപനങ്ങളിനെയും ഭാമാൻ്റെയും കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ. അപ്പോൾ തന്നെ സുഭദ്രയെയും സേതുവിനെയും ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം റെഡിയാക്കണം. അവർ വരുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിയാൽ പ്രിയയുടെയും സൂര്യയുടെയും എൻഗേജ്മെൻറ്റ് നമുക്ക് ഒരു ദിവസം തന്നെ നടത്താം. പിന്നെ സുഭദ്രയ്ക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. എല്ലാം നമ്മൾ പറഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ്. അവർ വരുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു മുഷിച്ചിലിനുള്ള ഇടവരുത്തരുത്. എനിക്ക് സമ്മതം തന്നെയാണ്. ഞാനിനി അതിനെതിരൊന്നും നിൽക്കില്ല. എൻ്റെ മോളുടെ നല്ലതിനല്ലാതെ നിങ്ങളാരും ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. രാജൻ തന്നെയാണ് പള്ളിയിൽ വിളിച്ച് ഫാദറിനെ വിവരം അറിയിച്ചത്. ഫാദർ കൃത്യമായി എത്തണം. അവർ വരുമ്പോൾ സംസാരിക്കാവുന്നതിന് ഫാദറും കൂടി വേണം. അതിനെന്താ, ഞാൻ ജീവനെയും കൂട്ടി അവിടേക്ക് വന്നേക്കാം. വർണ്ണ നേരെ സൂര്യയുടെ മുറിയിലേക്ക് പോയി. പുതുമണവാട്ടി എന്ത് പറയുന്നു? ഇന്നിപ്പോൾ എത്തുമല്ലോ ആള്. അപ്പച്ചനും അമ്മച്ചിയും ജെയിംസും എല്ലാവരും കൂടി ഇന്ന് തന്നെ പെണ്ണിനെ കൊണ്ടുപോകുമെന്ന് തോന്നുന്നു. നല്ല ഒരുങ്ങി സുന്ദരിയായിരിക്കണം. എന്തായാലും സാരി വേണ്ട, ഉള്ളതിൽ നല്ലൊരു ചുരിദാർ തന്നെ ഇട്ടേക്ക്. ആദ്യ കാഴ്ചയിൽ തന്നെ അമ്മച്ചി ഫ്ലാറ്റ് ആവണം. ജെയിംസ് എപ്പോഴും പറയും അമ്മച്ചി പാവമാണ്, വലിയ സ്നേഹമാണെന്ന്. ചിലപ്പോൾ മോൻ അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനോട് അവർക്ക് എതിർപ്പ് കാണുമായിരിക്കും. അതായിരിക്കും ആദ്യ സമ്മതം പറയാത്തത്. ജെയിംസ് എന്നെ വിളിച്ചിരുന്നു രാവിലെ. ഓഹോ, അപ്പോൾ ഇവിടെ വിളിച്ച എല്ലാ വിശേഷങ്ങളും പറഞ്ഞതിന് ശേഷമാണ് ശിവേട്ടനെ വിളിച്ചത്. ഒന്ന് പോ പെണ്ണേ. ശിവേട്ടനെ വിളിച്ച് എല്ലാം സംസാരിച്ചതിന് ശേഷമാണ് എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. വർണ്ണ, നീ ഭാഗ്യവതിയാണ്. ശിവേട്ടനെ പോലെയുള്ള ഒരാളിനെ നിനക്ക് ഭർത്താവായി കിട്ടിയില്ലേ? ശിവേട്ടനെ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എൻ്റെ കാര്യം പോലും ഒരിക്കലും നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ ശിവേട്ടൻ കാരണമാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറയാൻ പോകുന്നത്. പ്രിയയ്ക്ക് ജീവനെ കിട്ടിയതിൻ്റെയും ഏറ്റവും വലിയ പുണ്യം ശിവേട്ടയല്ലേ? ശിവേട്ടൻ വേണ്ട രീതിയിൽ കാര്യങ്ങൾ എല്ലാവരോടും അവതരിപ്പിച്ചത് കൊണ്ടല്ലേ എനിക്കും പ്രിയയ്ക്കും ഒക്കെ ഇപ്പോൾ സന്തോഷമായത്. സൂര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ വർണ്ണയുടെ കണ്ണ് നിറഞ്ഞു. എടി, നീ അതിനിതൊക്കെ ഈ കണ്ണ് നിറച്ച് നിൽക്കുന്നത്? വർണ്ണയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് സൂര്യ വെപ്രാളത്തോടെ ചോദിച്ചു. സൂര്യ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ശിവേട്ടൻ. പക്ഷേ ആ മനസ്സിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് എന്നിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുണ്ട്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല വർണ്ണ. നിൻ്റെ അന്നത്തെ അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം. അന്ന് നീ അകറ്റി നിർത്തിയതിനേക്കാൾ ഇരട്ടി എൻ്റെ ശിവേട്ടനെ സ്നേഹിക്കുന്നില്ലേ? അത് മതിയടി ഞങ്ങൾക്ക്. നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി. ഇങ്ങനെ കരഞ്ഞും പിഴിഞ്ഞും നിന്ന് ഇന്നത്തെ ദിവസം നീ കുളമാക്കാതെ പോയേ പെണ്ണേ. മാത്രമല്ല, നിൻ്റെ കെട്ടിയോൻ ഇനി ഇതും കണ്ടുകൊണ്ട് വന്നാൽ മതി എന്നെ എടുത്ത് വെളിയിൽ എറിയാൻ. അയാൾക്ക് നീയെന്ന് വെച്ചാൽ ഭ്രാന്താ, ഭ്രാന്ത്. നീ വേണ്ട, എൻ്റെ ശിവേട്ടനെ ഭ്രാന്തനെന്ന് വിളിച്ചാലുണ്ടല്ലോ. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. നീ ഒന്ന് വന്നേ, നമുക്ക് ഇന്ന് ഇടാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാം. എൻ്റെ സെലക്ഷൻ വളരെ ബോറായിരിക്കും. എന്തായാലും നിൻ്റെ സെലക്ഷൻ അത്ര ബോറൊന്നുമല്ല. എങ്കിൽ ജെയിംസിനെ നീ സെലക്ട് ചെയ്തില്ലായിരുന്നല്ലോ. സൂര്യ അലമാറ തുറന്ന് കുറേ ചുരിദാറുകൾ കട്ടിലേക്ക് വാരിയിട്ടു. ഏണിയിൽ കൈയും കൊടുത്ത് ചുണ്ടും കൂർപ്പിച്ച് നിൽക്കുന്ന പെണ്ണിനെ വർണ്ണ ചിരിയോടെ നോക്കി. കണ്ടോ, ഇതിലെങ്ങനെയാണ് നല്ലതൊന്നും സെലക്ട് ചെയ്യുന്നത്? വർണ്ണ പെട്ടെന്ന് നേവി ബ്ലൂ കളറിലുള്ള ഒരു ചുരിദാർ അതിൽ നിന്നും സെലക്ട് ചെയ്തു. വർണ്ണയും ശിവയും കൂടി അവൾക്ക് വാങ്ങിക്കൊടുത്തതായിരുന്നു ആ ചുരിദാർ. ഈ ചുരിദാർ ഇട്ടാൽ മതി, ഇത് സൂപ്പറാണ്. സൂര്യയുടെ കണ്ണ് വിടർന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ് ഈ ചുരിദാർ ഇടണമെന്ന്. നീ അത് തന്നെ സെലക്ട് ചെയ്തു.
ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. എപ്പോഴും അവരുടെ മേലൊരു കണ്ണ് വേണം. എന്തത്യാവശ്യമുണ്ടെങ്കിലും ഞാൻ ഈ നമ്പറിൽ തന്നെ ബന്ധപ്പെടാം. ഒരു മിസ്റ്റേക്കും ഇനി ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ശത്രുക്കൾ ഒന്നല്ല, രണ്ടാണ്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിതിൽ കൈകടത്താൻ വരാത്തത്. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കുകയാണ് ഞാൻ. പക്ഷേ എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചേ മതിയാകൂ എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാനും ഇറങ്ങേണ്ടതായി വരും. വർണ്ണ മുറിയിലേക്ക് വരുമ്പോൾ ശിവ ആരോടോ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ അവനെ ശല്യപ്പെടുത്താതെ മുറിയിലേക്ക് പോയി. ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിനുള്ളിൽ വെച്ചുകൊണ്ട് ശിവ മുറിയിലേക്ക് വന്നു. കട്ടിലിൽ ആലോചനയോടുകൂടി കൂടിയിരിക്കുന്ന വർണ്ണയുടെ അടുത്തേക്ക് ശിവ വന്ന് കൈകൾ കെട്ടി നിന്നു. വർണ്ണ അതൊന്നും കാണുന്നില്ല. അത്രയും വലിയ ആലോചന. ശിവ വർണ്ണയുടെ തോളിൽ പിടിച്ച് കുലുക്കി. ഇതെന്താണ് മാഡം, വലിയ ആലോചനയിലാണല്ലോ. ശിവ വർണ്ണയുടെ അടുത്തേക്ക് ഇരുന്ന് തോളിലേക്ക് കൈയിട്ട് ചേർത്ത് പിടിച്ചു. പറ, എന്തായിരുന്നു ഇത്രയും വലിയ ആലോചന? ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി. ആ പറഞ്ഞത് കള്ളത്തരം ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മോള് കാര്യം പറ. അതേ ശിവേട്ട, ഒന്നുമില്ല. ഞാൻ താഴെ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അമ്മയും കൂടി സംസാരിക്കുന്നു. ശിവമോൻ്റെ കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകാറായില്ലേ നാത്തൂനെ? വർണ്ണമോൾക്ക് വിശേഷമൊന്നുമില്ലേ എന്ന്. അത് പറഞ്ഞുകൊണ്ട് വർണ്ണ തൻ്റെ 2 കൈകളും മുഖത്ത് പൊത്തി വെച്ചു. ശിവ വർണ്ണയുടെ കൈകൾ മുഖത്തു നിന്ന് എടുത്തു മാറ്റുമ്പോൾ പെണ്ണിൻ്റെ മുഖമാകെ നാണം കൊണ്ട് ചുവന്നിരിക്കുന്നു. അപ്പോൾ അമ്മ എന്തു പറഞ്ഞു? അമ്മ പറയുകയാണ്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയില്ലേ, ഇനി 2 മാസം കൂടിയല്ലേ ക്ലാസ്സുള്ളൂ, അത് കഴിയുമ്പോൾ ചോദിക്കാമെന്ന്. വർണ്ണ 2 കൈയും ശിവയുടെ വയറിലൂടെ ചേർത്ത് ചുറ്റി പിടിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ ശിവേട്ടനെ കളിയാക്കുമോ? ഞാൻ ഇതുവരെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വർണ്ണ കളിയായി? അമ്മ പറഞ്ഞ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കുറേ നാളായി ഉണ്ട്. അവൻ ശിവയുടെ നെഞ്ചിൽ വിരലുകൾ കൊണ്ട് കോറി. ശിവ വർണ്ണയുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അത്രയ്ക്ക് ആഗ്രഹമാണോ മോളെ നിനക്കിപ്പോൾ കുഞ്ഞുവാവ വേണമെന്ന്? തുടരും.